ഇന്ന് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചധികം തിരക്കുകളും കാര്യങ്ങളും ആയിരുന്നു. അരുണിൻ്റെ പിറന്നാളായിരുന്നു. പിറന്നാളിന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം തിരക്കായിപ്പോയി. അതാണ് ഇന്ന് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. ഇനി ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യണം. കേക്കായിട്ട് കുറയ്ക്കണ്ടല്ലോ. ഡ്രസ്സൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഞാനും മോനും പ്ലാൻ ചെയ്തത് രാത്രി 12 മണിക്ക് ഇവനെ ഉറക്കത്തുനിന്ന് എണീപ്പിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യിക്കണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കുറച്ചായി വണ്ടി എടുക്കാൻ ഭയങ്കര മടി, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി എടുത്ത് പോകാൻ മടിയാവും മോനെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യുക, ഫലൂദയിലേക്ക് വിളിച്ചു നോക്കാമെന്നാണ്. ഫലൂദയിലേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് അവർക്ക് അവിടെ കേക്ക് തന്നെ കഴിഞ്ഞു പോലും. കേക്കില്ല, ഡെലിവറി ചെയ്യാൻ പറ്റിയ കേക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരാറുണ്ട്, അച്ഛനും അമ്മ. അപ്പോൾ അച്ഛനെ കൂട്ടിയിട്ട് പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല, ഇനി അവൻ വന്നിട്ട് വേണം പോയി കേക്ക് മേടിക്കാൻ. കേക്ക് കുറയ്ക്കണ്ടല്ലോ, എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം ഞാൻ അവനെ കൊണ്ടിട്ട് എങ്ങോട്ടെങ്കിലും ടൂറ് പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് മാറി നിൽക്കാൻ പറ്റാത്ത കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് വരുമ്പോഴേക്കും ഷോപ്പ് അടച്ചു പോകില്ലായിരിക്കില്ലേ? ഇന്ന് വിളിച്ചു നോക്കിയിട്ട് എന്താക്കാനാ, മാമ വന്നിട്ട് പോയി ഓനെപ്പോഴാണ് വരികയെന്നറിയില്ല. ഇന്നലെ 11:30 അങ്ങാണ്ടാ വന്ന്. അങ്ങനെയൊക്കെയാണ് വരിക വെച്ചാൽ കേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ പിന്നെ ഇവിടെ കേക്കിന് വലിയ പ്രാധാന്യമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ ആയിരിക്കുമല്ലോ വീട്ടിലൊരു കേക്കൊക്കെ മേടിക്കുക, പിറന്നാളൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് പറയും ഉമ്മ കേക്ക് വാങ്ങിത്താന്ന് പറയും. അപ്പോൾ ഓരോരോ കേക്ക് ഇങ്ങനെ വാങ്ങി ഇവിടെ ഫ്രിഡ്ജിൽ എപ്പോഴും തന്നെ അവർ സ്റ്റോക്ക് വെക്കാറുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് അങ്ങനെ കേക്കിനോട് ആക്രാന്തമുള്ള ആൾക്കാരൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയും. ഈ മുടിയിൽ ബേബി ഹെയർസ് വരുന്നതുകൊണ്ട് ഭയങ്കര ഒരു പാടാണ്. ഇപ്പോൾ ചോദിക്കും തട്ടമിടാൻ സൗകര്യമില്ല. എനിക്കൊരു കമ്മൽ മേടിക്കണം എന്നുണ്ട്. പക്ഷേ പോവാൻ എനിക്കിതുവരെ സമയം കിട്ടിയില്ല. എവിടുന്നാണെന്നറിയോ? ലുലു മാൾ വന്നിട്ടുണ്ടല്ലോ. ലുലു മാളിൽ ഒരു ഷോപ്പിൻ്റെ പേര് എനിക്കറിയില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട്. ഷോപ്പിൻ്റെ പേര് അറിയെങ്കിൽ ഞാൻ പറയില്ല, പ്രൊമോഷൻ വീഡിയോ ആയിപ്പോയില്ലേ. വെറുതെ എന്തിനാണ് ഞാൻ അവർക്ക് ഞാൻ മലബാർ ഗോൾഡുകാർക്ക് പ്രൊമോഷൻ വീഡിയോ കൊടുത്ത് കാരണം എന്തൊരു ഗോൾഡ് കാണിക്കുമ്പോൾ ഇത് മലബാർ ഗോൾഡാന്ന് പറയും. അപ്പോൾ കമ്മലൊന്ന് മേടിക്കണം. എൻ്റെ ഉള്ളത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ വെയിറ്റ് ഉള്ളത് കാതിലിടുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. എൻ്റെ സിസ്റ്ററൊക്കെ കയ്യിലുണ്ട് 1.5 ഗ്രാം നല്ല ലെങ്ത്തൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ എങ്ങനെയെങ്കിലും അങ്ങനത്തെ മോഡൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ മലബാറിലുണ്ടാവുകയെ ഭയങ്കര മേക്കിംഗ് ചാർജാണ്. അതൊക്കെ എന്ന് വെച്ചാൽ 18 ക്യാരറ്റിലാണ് വരിക. 18 ക്യാരറ്റിന് ഭയങ്കര മേക്കിംഗ് ചാർജ് വരും. പിന്നെ എൻ്റെ ഉള്ളത് 916 ആട്ടോ. അപ്പം എന്നിട്ട് ലുലു മാളിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് തന്നെ വെച്ചാൽ ഇപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആദ്യം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അത് മേടിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. സമയം കിട്ടാനിട്ടാണ്. എല്ലാവരും ചായ കുടിച്ചു. 6 മണി കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം നോക്കും. മറ്റേ ഹരിശ്രീ അശോകൻ പറയല്ലേ, നേരത്തെ കിടന്നുറങ്ങിയിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര ക്ഷീണം അതേമാതിരിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അവൻ വന്നാൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്. കേക്ക് വാങ്ങാൻ അവനെത്തിയാൽ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്താലോ. ഇതുവരെ മഴയൊക്കെ ആയിരുന്നു, നല്ല കാലാവസ്ഥ, ഒരു കൂള് മൂഡ്. ഇപ്പോഴൊക്കെയാണ് ചുരത്ത് പോകേണ്ടത്, വയനാട് ചുരത്തിൽ. എന്നിട്ട് 4-ാം വളവിൽ നിന്നൊരു കട്ടൻ ചായ, ഒരു പഴംപൊരി, നല്ല സെറ്റ് പരിപാടിയാണ്. പക്ഷേ ഇവിടുന്ന് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്ത
ജാവ മറ്റേപ്പം പറയുമ്പോൾ ജാവ പവർഫുള്ളാണ്. പക്ഷേ പുനരാണെങ്കിൽ പോകും കേട്ടോ, ഒരു സുഖമുള്ള പരിപാടിയാണ്. പക്ഷേ ഇവിടെ നിന്നൊക്കെ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു മഴ ഇങ്ങോട്ട് പൊടിഞ്ഞാൽ നല്ല കോട ഉണ്ടാവും, നല്ല രസമായിരിക്കും. ചായയും കുടിച്ച് എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല. 9ാം വളവിൽ കുറേ, അല്ല 9ാം വളവിൽ 4ാം വളവിൽ കുറേ ചായപ്പീടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നതും ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ പോയി ചായയൊക്കെ കുടിക്കാമെന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെയാണ്. അങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.